അനുഭവങ്ങൾ ഉണ്ടായിട്ടും സൈബർ തട്ടിപ്പിന്റെ ഇരയാകുന്നവർക്ക് കുറവില്ല. സാധാരണക്കാർ മാത്രമാണ് തട്ടിപ്പുകാരുടെ ഇരയാകുന്നത് എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ തട്ടിപ്പിനിരയായിരിക്കുന്നത് ആരെന്നറിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഞെട്ടും. സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് കേരള ഹൈക്കോടതി മുൻ ജഡ്ജിക്കും പണം നഷ്ടമായി. തൃപ്പൂണിത്തുറ എരൂർ അമൃത ലെയ്ൻ സ്വപ്നത്തിൽ ശശിധരൻ നമ്പ്യാർക്കാണ് പണം നഷ്ടമായത്. ഓൺലൈൻ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിന്റെ പേരിൽ 90 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. 850% ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ആദിത്യ ബിർള ഇക്വിറ്റി ലേണിംഗ് എന്ന പേരിലുള്ള ഓഹരി വിപണി സംബന്ധിച്ച വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇദ്ദേഹത്തെ അംഗമാക്കിയിരുന്നു. തുടർന്ന് പണം നിക്ഷേപിച്ചാൽ 850% ലാഭം ലഭിക്കുമെന്ന വാഗ്ദാനമുണ്ടായി. ഗ്രൂപ്പിൽ തന്നെ പങ്കുവച്ച ലിങ്കിലേക്ക് ജഡ്ജി പണം കൈമാറുകയും ചെയ്തു. ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 4-നും 30-നും ഇടയ്ക്ക് ജഡ്ജിയുടെ പല അക്കൗണ്ടുകളിൽ നിന്നായി 90 ലക്ഷം രൂപ തട്ടിപ്പുകാർ കൈക്കലാക്കി. എന്നാൽ വാഗ്ദാനം ചെയ്ത ലാഭവിഹിതമോ നൽകിയ പണമോ തിരികെ ലഭിച്ചില്ല. തുടർന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ ഈ മാസം 5-ന് പരാതി നൽകി. നിലവിൽ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ജഡ്ജിയുമായി ബന്ധപ്പെട്ട അയന ജോസഫ്, വർഷ സിംഗ് എന്നിവർക്കെതിരെ വിശ്വാസവഞ്ചനയ്ക്കും IT ആക്ട് പ്രകാരവുമാണ് കേസെടുത്തത്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കേസ് സൈബർ പോലീസിന് വൈകാതെ കൈമാറുമെന്ന് ഹിൽ പാലസ് പോലീസ് അറിയിച്ചു.